ഹലോ കൂട്ടുകാരെ, അങ്ങനെ ദേ മാങ്ങയും പറിച്ചുകൊണ്ടാണ് കേട്ടോ പള്ളിയിലെ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നതാണ്. പള്ളിയിൽ പിറ്റേ ദിവസം വായന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് രണ്ടുപേരും കൂടി. അപ്പോൾ ഇത് കുഞ്ഞുമാണ് കേട്ടോ, കുഞ്ഞു. അതായത് എൻ്റെ കൂടെ കാറ്റിസം പഠിപ്പിക്കാനുണ്ടായിരുന്ന പ്രീതിയുടെ മോളാണ്. അപ്പോൾ പ്രീതിയായിട്ട് ഭയങ്കര കൂട്ടൊക്കെയാണ്. അപ്പോൾ അവൾക്ക് സിയക്ക് അങ്ങനെയുള്ള കൂട്ടെന്ന് പറയുന്നത് ഇതും കുഞ്ഞാറ്റയൊക്കെയാണ് അങ്ങനെയുള്ള കൂട്ടുപിടുത്തത്. അങ്ങനെ പുറത്തേക്കൊക്കെ അങ്ങനെ കളിക്കാൻ പോവുക കുറവാണ്. അപ്പോൾ ഇവൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് പോയി എവിടുന്നോ മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്നും ചോദിച്ചിട്ട് അപ്പോൾ ചെയ്യണതാണ്. അപ്പോൾ സിയ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തോയെന്നും പറഞ്ഞിട്ടോ. അപ്പോൾ അവൾ കുഞ്ഞുമാണ് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ വശവും മുറിച്ചിട്ട് മുളക് പൊടി ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് അത് നല്ലോണം തല്ലി അതിനെ ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇതേ മുകളിൽ ടെറസിൻ്റെ മേളിൽ പോയി അത് തല്ലി അതിനെ ഒരു പരുവാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴേക്കും നല്ലോണം അത് എല്ലായിടത്തും മുളക് പൊടിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞു നല്ല പ്രഷറിൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ആളെ കാണാൻ കിട്ടാറുള്ളൂ. ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വരാറൊന്നുമില്ല. ശനി ഞായറൊക്കെ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അതേ നല്ലോണം ഇത്തിരി കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ എല്ലായിടത്തും ഒക്കെ പെരട്ടി നല്ല സൂപ്പർ കഷ്ണങ്ങളാക്കി കേട്ടോ. ഒരുവിധം വലിയ മാങ്ങയായിരുന്നു അത്. അങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഒരിത്തിരി മുളക് പൊടി മാത്രം കൂടിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മുളക് പൊടി കൂടുതലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ചു കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പുളിയുണ്ട് കേട്ടോ, എങ്കിലും നല്ല കുഴപ്പമില്ല. അപ്പോൾ സിയൊക്കെ അവൾ കൊണ്ടുവന്ന് കുഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതേ നോക്കിയപ്പോഴേക്കും അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കുഞ്ഞു കേട്ടോ. അപ്പോൾ